ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ എ.പി നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് ദേശീയ രാഷ്ട്രീയത്തിൽ വൻ ചർച്ചയായി. വിഷയത്തിൽ അമേരിക്കയും ജർമ്മനിയുമൊക്കെ ഇടപെട്ടത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ ഭരണകക്ഷിയുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന നടപടിയായി. കേജ്രിവാളിന്റെ അറസ്റ്റ് വഴിയൊരുക്കിയതിന് പിന്നിലും ഒരു മലയാളിയുടെ കരങ്ങൾ ഉണ്ടായിരുന്നു. ഡൽഹിയിലെ മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് മലയാളിയായ വിജയ് നായരാണ് എ.പിക്ക് തലവേദനയായി മാറിയിരിക്കുന്നത്. മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുന്നതിനിടെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, ആം ആദ്മി പാർട്ടി സഹനേതാക്കളുടെയും സംസ്ഥാന മന്ത്രിമാരായ അതിഷി, സൗരഭ് ഭരദ്വാജ് എന്നിവരുടെയും പേരുകൾ പറഞ്ഞതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അവകാശപ്പെട്ടിരിക്കുകയാണ്. മദ്യനയ കേസിൽ അറസ്റ്റിലായ മലയാളി വ്യവസായി എ.പിയുടെ പ്രധാന പ്രവർത്തകരിലൊരാളായി മാറിയതും പാർട്ടിയെ അനിശ്ചിതത്വത്തിലേക്ക് തള്ളിവിട്ടതും ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ പ്രധാന വഴിത്തിരിവായി മാറിയിട്ടുണ്ട്. ഇയാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേജ്രിവാളിനെ കുരുക്കുമുറുക്കി ഇ.ഡി രംഗത്തെത്തിയത്. വിജയ് നായർ എ.പിയുടെ മുൻ കമ്മ്യൂണിക്കേഷൻ ഇൻചാർജാണ്. 2021-2022 എക്സൈസ് നയത്തിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട പ്രതികളിൽ ഒരാളുമാണ്. 2020 ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എ.പിയുടെ പാർട്ട് ടൈം സന്നദ്ധ പ്രവർത്തകനായിരുന്നു അദ്ദേഹം. പാർട്ടിയുടെ സോഷ്യൽ മീഡിയ ആശയവിനിമയങ്ങളും മാർക്കറ്റിംഗും അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നു. മാത്രമല്ല, ഒൺലി മച്ച് ലൗഡർ എന്ന എന്റർടൈൻമെന്റ് ഈവന്റ് മാനേജ്മെന്റ് കമ്പനിയുടെ മുൻ സിഇഒ കൂടിയാണ് വിജയ്. 2018 മീറ്റു മൂവ്മെന്റിനിടെ വിജയ് നായർക്കെതിരെ ലൈംഗിക അതിക്രമ ആരോപണം ഉയർന്നിരുന്നു. കൂടാതെ OML സിഇഒ ആയിരുന്ന കാലത്ത് ലൈംഗിക പീഡനം, സ്ത്രീവിരുദ്ധത എന്നിവയുടെ പേരിലും അദ്ദേഹത്തിനെതിരെ പരാതിയുണ്ട്. 2014 $10 മില്യൺ ആസ്തിയാണ് വിജയ് നായർക്ക് ഉണ്ടായിരുന്നത്. 2022 നവംബറിൽ CBI അറസ്റ്റ് ചെയ്തത് മുതൽ വിജയ് കസ്റ്റഡിയിലാണ്. CBI കേസിൽ സ്ഥിരം ജാമ്യം ലഭിച്ചപ്പോൾ ഇ.ഡി കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിൽ തുടരുകയും ഈ വർഷം ജനുവരിയിൽ മെഡിക്കൽ കാരണങ്ങളാൽ ഇടക്കാല ജാമ്യം അനുവദിക്കുകയും ചെയ്തു. നിലവിൽ ജയിലിൽ തുടരുകയാണ്. വിജയ് മദ്യക്കമ്പനി ഉടമയിൽ നിന്ന് കൈക്കൂലി വാങ്ങാറുണ്ടെന്നും CBI ആരോപിച്ചിരുന്നു. വിജയ് മദ്യക്കച്ചവടവുമായി ബന്ധപ്പെട്ട് മറ്റ് പ്രതികളുമായി നിരവധി തവണ കൂടിക്കാഴ്ച നടത്തിയതിന് കാരണം കേജ്രിവാൾ വ്യക്തമാക്കിയിട്ടില്ലെന്നും അന്വേഷണ ഏജൻസി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതിനും മറ്റു ചോദ്യങ്ങൾക്കും മറുപടി നൽകുന്നതിൽ നിന്ന് കേജ്രിവാൾ ഒഴിഞ്ഞുമാറിയതായി ഇ.ഡി വ്യക്തമാക്കി. സോഷ്യൽ മീഡിയ മാനേജ്മെന്റ്, ഇവന്റ് പ്ലാനിംഗ്, കമ്മ്യൂണിക്കേഷൻസ് എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് 2014 വിജയ് എ.പിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആരംഭിച്ചത്. 2020 ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേജ്രിവാളിന്റെ PR വർക്കുകൾ നിയന്ത്രിച്ചുകൊണ്ടാണ് അദ്ദേഹം ശ്രദ്ധ നേടിയത്. 2020 ഡൽഹി തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി വിജയിക്കുകയും സർക്കാർ രൂപീകരിക്കുകയും ചെയ്തപ്പോൾ ആദ്യം ചെയ്തത് മാധ്യമ പ്രതികരണ തന്ത്രം മാറ്റുക എന്നതായിരുന്നു. പാർട്ടിയുടെ കമ്മ്യൂണിക്കേഷൻ ഇൻചാർജായി പ്രവർത്തിച്ചിരുന്ന കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ ആരോപണ വിധേയമായ ഇടപെടൽ ഉണ്ടായത്. ഡൽഹിയിലെ മദ്യ റീറ്റെയിൽ ബിസിനസ്സിൽ പ്രവേശിക്കുന്നതിനായി കേജ്രിവാൾ സർക്കാരിന് 100 കോടി രൂപ സൗത്ത് ഗ്രൂപ്പ് നൽകിയെന്നും ഇതിന്റെ ഇടനിലക്കാരനായി വിജയ് നായർ പ്രവർത്തിച്ചതായും ഇ.ഡി കുറ്റപത്രത്തിൽ ആരോപിക്കുന്നു.